പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവവചനത്തെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വചനത്തിന്റെ ഒരു ഭാഗം മാത്രം എടുക്കും, മറ്റുള്ളത് നമ്മൾ മറന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ ഈ വചനത്തിന്റെ യഥാർത്ഥ ഫ്രൂട്ട് അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ നമ്മൾ പോകും. എന്നാൽ മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അവിടെ വചനം പറഞ്ഞു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. നമുക്കറിയാം, വിധിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് സാധാരണ ആളുകളുള്ള ഒരു സ്വഭാവമാണ്. എല്ലാത്തിനെയും കാണുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ച് ഒരു കമന്റ് പറയും, ഒരു അഭിപ്രായം പറയും. കൊള്ളാം, കൊള്ളത്തില്ല, മോശമാണ്, നല്ലതാണ്, അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം ഒരു ശാപമാണ്. അപ്പൊ നമ്മൾ പല ആളുകളെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ, സാധാരണ ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ് സ്വന്തം കാര്യത്തെക്കാളും മറ്റുള്ള ഒരു കാര്യം പറയാനായിട്ട് കൂടുതൽ വെക്കരുത്. ഇപ്പൊ ഇവിടെ വിധിക്കുക എന്ന് പറയുന്നത് ഇന്ന് എല്ലാ മനുഷ്യരും ആ രീതിയിലൊരു സംഭാഷണ രീതി അവരുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകൾ നമുക്ക് പലരും കാണാൻ കഴിയും. എന്നാൽ ഇവിടെ കർത്താവ് വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ വിധിക്കരുത്. അവിടെ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ വിധിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പ്രാർത്ഥനയോടുകൂടി ഈ വാക്യം ഒന്ന് ധ്യാനിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച് തന്ന കാര്യം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. അതായത്, ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നാം അവനെ അനുഗ്രഹിക്കുക. നാം ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുമ്പോൾ പിന്നത്തേതിൽ നാം അവനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ് എന്ന് ആ വ്യക്തിയോട് പറഞ്ഞ് അവനൊരു അനുഗ്രഹമായി തീരുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആ കുഞ്ഞിനെ നമ്മൾ പറയുകയാണ്, അവനൊരു അനുഗ്രഹമാണ്, അവനൊരു അനുഗ്രഹം, എല്ലാ രീതിയിലും ആ കുഞ്ഞൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ പറയുമ്പോൾ പിന്നത്തതിൽ ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവനായി വളർന്നു വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കുന്നത് അവനെ അനുഗ്രഹിച്ച മാതാപിതാക്കൾ. അപ്പൊ ചിന്തിച്ചു നോക്കുക, ഇവൻ വിധിച്ചത് നമ്മുടെ മകനെ വിധിച്ചത്, മകളെ വിധിച്ചത്, ആ വിധിച്ച വിധി പിന്നത്തതിൽ നമ്മുടെ ജീവിതത്തിന്റെ വിധിയായി മാറും. അപ്പോൾ എന്ത് പറയും? മറ്റുള്ളവർ എന്ത് പറയും? ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ആദ്യം മകനെ പറഞ്ഞു, നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവന്റെ വളർച്ച, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല സ്വഭാവവും സൽസ്വഭാവവും പെരുമാറ്റമെല്ലാം ലോകം കണ്ടിട്ട് പറയും, ഇവന്റെ മാതാപിതാക്കൾ ഒരു അനുഗ്രഹിക്കപ്പെട്ടവർ. അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞ് ഇത്രയും നല്ലവനായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഇത്രയും നന്നായിട്ട് കാര്യങ്ങളെ കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ പലപ്പോഴും ഈ വിധിക്കുക എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് സെൻസ് മാത്രം നമ്മൾ എടുക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വിധി തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ വിധിക്കരുത്. നിശ്ചയമായിട്ടും അത് അങ്ങനെ നമ്മൾ വിധിക്കുന്നു. നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണ്, അവനൊരു ദുഷ്ടന്, ആ വ്യക്തി ഒരു ദുഷ്ടന് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ മേൽ ഒരു വിധി കൽപ്പിക്കുകയാണ്, അവൻ ദുഷ്ടന്. ആ വിധി കൽപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പിന്നത്തതിൽ എന്ത് സംഭവിക്കും? നാം എന്ത് വിധിച്ചോ ആ വിധി നമ്മളിലേക്ക് തിരിച്ചു വരും. അവനിലെ ദുഷ്ടത, നമ്മളെ വിധിച്ച വ്യക്തിയിലുള്ള ദുഷ്ടത നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ട് മാറും. പക്ഷെ നമ്മൾ പറയുകയാണ്, അവനൊരു അനുഗ്രഹമാണ്, അവനൊരു അനുഗ്രഹമായി എന്ന് നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പമ്പ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ലൈഫിനെ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ വിധിക്കും. പക്ഷെ ആ വിധിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല, അത് നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. നമുക്കത് ബൈബിളില് നമുക്ക് അത് വ്യത്യസ്തമായ ഒരു അർത്ഥതലത്തിലാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ വിധിക്കുക എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം, നാം വിധിക്കുന്ന വിധി നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം എത്രമാത്രം
പ്രയാസം നിറഞ്ഞതായിക്കോട്ടെ, നാം വിധിക്കുന്ന വിധി നമ്മിലേക്ക് തിരിച്ചു വരും. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ മുഴുവൻ പ്രയാസത്തിൽ, ആ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല ഞാനൊരു അനുഗ്രഹം, ആ വ്യക്തി ഒരു അനുഗ്രഹം, എന്റെ തലമുറ ഒരു അനുഗ്രഹം, എന്റെ കുടുംബം ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹത്തിന്റെ വാക്ക് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തലമുറയെ കുറിച്ച് അനുഗ്രഹത്തിന്റെ വാക്ക് പറഞ്ഞു, ആ അനുഗ്രഹത്തിന്റെ വാക്ക് നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും, അത് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു മേഖല നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം, നമ്മൾ വിധിക്കുന്ന വിധി, നമ്മളെ ചുറ്റുപാടുകളെ കുറിച്ച് പലപ്പോഴും നമ്മളെ ഒരു സാധാ സംഭാഷണ ശൈലിയിൽ കാര്യങ്ങളെ പറഞ്ഞു വിടും. അത് മോശമായിപ്പോയി, അത് ദുഷ്ടനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവനൊരു ശാപമാണ്, അവന് ഒന്നിനും കൊള്ളത്തില്ലാത്തവനാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ആ പറയുന്ന വാക്കുകൾ നമ്മൾ ആരുടെ മേലിടുന്നോ അതിന്റെ ഫ്രൂട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി. നമ്മൾ വിധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ആ നെഗറ്റീവായിട്ടുള്ള ഒരു അതിന്റെ വിരോധമായിട്ടുള്ള കാര്യം മാത്രം ചിന്തിച്ചു പോകാതെ, അവിടെ തന്നെ ആ വാക്യത്തിനകത്ത് തന്നെ പോസിറ്റീവായിട്ട് ചിലത് മറിഞ്ഞിരിപ്പുണ്ട്. അതൊന്ന് മനസ്സിലാക്കിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതകരമായിട്ട്, ഒരു അത്ഭുത വ്യക്തിത്വമായിട്ട് നിങ്ങളെ മാറ്റാനായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതിന് വേണ്ടത് ഏതാണ്? ഈ ഒരു മനോഭാവം. എന്താണ്? ഞാൻ വിധിക്കുന്ന വിധി എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അല്ലെ? ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ശരിക്കും നമ്മൾ വിധിക്കുകയല്ലേ? ദൈവം എന്നോട് പറഞ്ഞ വാക്ക് എന്നിൽ നിവർത്തിക്കും. ഞാൻ വിധിക്കുക, ഞാൻ എന്നെ വിധിക്കുക. എന്റെ ജീവിതം ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ അകത്ത്, ദൈവഹിതത്തിന്റെ അകത്താണ് എന്റെ ജീവിതം ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ആ ബോധ്യം എന്റെ അകത്ത് വരുമ്പോൾ ഞാൻ എന്നെ വിധിക്കുക. ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ എന്റെ ജീവിതം കർത്താവിന്റെ പ്രവൃത്തിയുടെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ കർത്താവിനെ വിശ്വസിക്കുക. നാം വിധിക്കുന്ന വിധി നമ്മിലേക്ക് മടങ്ങി വരും. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. അപ്പൊ അവിടെ അതിന്റെ ഒരു വശം മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കുറ്റബോധമായിട്ട് നമ്മൾ നടക്കരുത്. ഞാൻ അവരെ വിധിച്ചു, ഞാൻ അവരെ വിധിക്കരുതായിരുന്നു, ഞാൻ വിധിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചില സാഹചര്യങ്ങളെ കാണുമ്പോൾ നമ്മളൊരു കമന്റ് പറയാറുണ്ട്, അത് ശരിയാണ്, തെറ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശരിയെന്നോ തെറ്റെന്നോ നാം പറഞ്ഞതിനെ വലിയ അപരാധബോധമായിട്ട് ചുമന്നുകൊണ്ട് നടക്കാതെ നമ്മുടെ അകത്ത് കുത്തി നിറയ്ക്കാൻ സാധിക്കണം. ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഒരു അനുഗ്രഹമാണ് എന്ന ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടാവണം, എന്ന അറിവ് നമ്മുടെ അകത്ത് വരണം. ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അത് ഹല്ലേലൂയ ആമേൻ സ്വാധീനിക്കുന്നത് പിന്നത്തതിൽ കാണാൻ കഴിയും. ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ സ്വാധീനിക്കുന്നത് പിന്നത്തതിൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വലിയ പ്രതിസന്ധികളായിക്കോട്ടെ, ഏത് വലിയ വെല്ലുവിളികളായിക്കോട്ടെ, ആ വെല്ലുവിളികളുടെ നടുവിൽ നിന്നുകൊണ്ട്, ആ വെല്ലുവിളികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉറപ്പിക്കാനായിട്ട് സാധിക്കണം. ഇല്ല, ഞാൻ തകരത്തില്ല, ഞാൻ നശിക്കത്തില്ല, എന്നെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഏറ്റവും നല്ലതാ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വിധിക്കുക എന്ന് പറയുമ്പോൾ നാം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ആ വചനം എന്താ പറയുന്നത്? നമ്മൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇതെല്ലാം ഈ വാക്യത്തോട് ചേർന്ന് നിൽക്കുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ അത് നമ്മൾ വേറൊരാളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം നമ്മളിലേക്ക് മടങ്ങി വരിക. നമ്മൾ ഇതിനകത്ത് മതപരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടേച്ച് മനുഷ്യർ കുറ്റബോധത്തിലും നിരാശയിലും ഒക്കെ കഴിയുക. നമ്മുടെ ശരീരത്തെ നോക്കി നമുക്ക് പറയാൻ സാധിക്കണം, വിധിക്കാൻ സാധിക്കണം, എന്റെ ശരീരം ക്രിസ്തുവിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, ഒരു ദോഷം ഈ ശരീരത്തിൽ വരത്തില്ല. വിധിക്കണം. നമ്മളെ കുറിച്ച് പറയണം, എന്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ട ശരീരം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിനെ മാനിക്കപ്പെട്ടവൻ. അത് നാം നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്, നമ്മളൊന്ന് ബലപ്പെടുത്താനായിട്ട് വചനം. ഹല്ലേലൂയ. അപ്പൊ
ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തണം. അതിനെ വിധിക്കുക എന്ന തെറ്റായ കാഴ്ചപ്പാടിൽ നിങ്ങൾ ആയിത്തീരരുത്. വിധിക്കുക എന്നതിനപ്പുറമായിട്ട് യെസ് ഹല്ലേലൂയ, ഞാൻ എന്നെ അനുഗ്രഹിക്കുക, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, മനുഷ്യൻ വളരെയേറെ തിരക്കോടുകൂടെ ഓടുന്ന ഒരു കാലഘട്ടം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പല കാര്യങ്ങളുടെ ഇടയിൽ, പല കാര്യങ്ങളുടെ നടുവിൽ കൂടാണ് മനുഷ്യൻ ഒരു ദിവസം പൂർത്തീകരിക്കുക എന്ന് പറയുന്നതിനെ വലിയൊരു വെല്ലുവിളിയായി തീരുന്ന ജീവിത സാഹചര്യത്തിൽ ഓടുന്നവരുണ്ട്. കാരണം അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളുടെ, തലമുറകളുടെ കാര്യം, വീട്ടിലെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, ജോലിയുടെ കാര്യം, അതുപോലെ തന്നെ ചിലരെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം അത്രത്തോളം ശരിക്കും സമ്മർദ്ദത്തിൽ ആ മനുഷ്യൻ ജീവിക്കുന്നത്. ആ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് വാക്ക് പറയും, ശാപത്തിന്റെ വാക്ക് പറയും, നെഗറ്റീവായിട്ടുള്ള വാക്ക് പറയും, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് കയറും. അപ്പോഴവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള വാക്കുകളെല്ലാം നമ്മളെ സ്വാധീനിക്കത്തക്കവണ്ണം നമ്മളെ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, അങ്ങനെ നിങ്ങളെ തന്നെ അതിലേക്ക് വിട്ടുകൊടുക്കാതെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഹല്ലേലൂയ നിങ്ങളുടെ ആ സമ്മർദ്ദത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ സമ്മർദ്ദത്തിൽ ഒരാളെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഉടനെ വിധിച്ചു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ നമ്മളെ കുറ്റാരോപിതരാക്കി നമ്മളെ തുടരാൻ അനുവദിക്കാതെ നമ്മുടെ അകത്ത് പറയാൻ സാധിക്കണം, അതെ ഹല്ലേലൂയ, ഞാൻ കർത്താവിൽ നീതീകരിക്കപ്പെട്ടവനാ, കർത്താവ് നീതീകരിക്കപ്പെട്ടവനാ. നമുക്കുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് പഠിക്കണം, അനുഗ്രഹിക്കാനായിട്ട് പഠിക്കണം, നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കാനായിട്ട് പഠിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, പലരുടെയും ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, സമ്മർദ്ദങ്ങളുടെ നടുവിൽ പലപ്പോഴും നമുക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട പലതിനെയും നമ്മൾ ശപിച്ചു പറയാറുണ്ട്. അത് ജീവിതത്തിനകത്ത് എനിക്ക് അത് വലിയൊരു ശാപമായിപ്പോയി, എന്റെ ജീവിതത്തിന് വലിയൊരു ശാപമായിപ്പോയി, എന്റെ തീരുമാനം, എന്റെ ജോലി, എന്റെ കാര്യം, പലപ്പോഴും ചില കാര്യങ്ങളെ ജീവിതത്തിനകത്ത് നമ്മളെ തന്നെ അനുഗ്രഹിക്കേണ്ട പല കാര്യങ്ങളും നമ്മളെ ശാപമാക്കി നമ്മൾ തന്നെ പറഞ്ഞാക്കി തീർക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 65-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മുമ്പിലത്തെ കഷ്ടങ്ങളെ മറന്നുപോവുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ തന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു. അപ്പൊ അവിടെ വചനം പറയുന്നത് ഭൂമിയിൽ സത്യദൈവത്താൽ തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ നന്മ പറയാനായിട്ട് നമ്മൾ സന്ദർഭം കണ്ടെത്തി ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, ആളുകളെ അഭിനന്ദിക്കാറുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയും എക്സലന്റ് ജോബ്, ഗുഡ് ജോബ്, ഗ്രേറ്റ് ജോബ്, ഹാൻസം എന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങളെ പറഞ്ഞ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മെ കുറിച്ച് നല്ലത് ചിന്തിക്കാനായിട്ട്. നമ്മൾ ഈ വിധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഇങ്ങനെ കയറും, വിധിച്ചു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിധിക്കുന്ന വിധി നിങ്ങളിലേക്ക് മടങ്ങി വരും. അതിനെ പോസിറ്റീവായിട്ടും നിങ്ങൾ കണ്ടേ. നിങ്ങളൊരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്, ആ വ്യക്തി ഒരു അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആ അനുഗ്രഹം, നിങ്ങൾ പറഞ്ഞ വിത്ത്, നിങ്ങൾ വിതച്ച വിത്ത് പിന്നത്തതിൽ വളർന്നതിന് ഫലമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് എപ്പോഴാണോ നിങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ വിതയ്ക്കുക. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുതെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പറയും വിധിക്കുക. എന്താ കാര്യം എന്നറിയാം? നിങ്ങൾ അവരെ വിധിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ നിരപരാധി എന്ന് പറയുന്നതും കുറ്റവാളി എന്ന് പറയുന്നതും രണ്ട് വിധി തന്നെയാണ്. ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വിധിയാണ്, തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് വിധിയാണ്. നമ്മൾ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നതും ഒരു വിധിയാണ്, നാം അവന് ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നത് ഒരു വിധിയാണ്. അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് പറയുന്നത് ഒരു വിധിയാണ്, നീതിമാൻ എന്ന് പറയുന്നത് ഒരു വിധിയാണ്. അപ്പൊ നമ്മള് ഈ വാക്യത്തിന്റെ അർത്ഥത്തെ വേറൊരു തലത്തിൽ മനസ്സിലാക്കി, നാം വിധിക്കുന്ന വിധി നമ്മിലേക്ക് മടങ്ങി വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ കണ്ടിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, പശ്ചാത്തലങ്ങളെ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളർന്നു വരാൻ സാധിക്കും. ആ ഒരു വിശ്വാസ തലത്തിലേക്ക് നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കണം. നമ്മുടെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണം, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കണം, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, നമ്മുടെ ജോലിയെ അനുഗ്രഹിക്കണം, നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കണം, നമ്മുടെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണം, നമ്മുടെ ശരീരത്തെ അനുഗ്രഹിക്കണം, നമ്മുടെ ഭാവിയെ അനുഗ്രഹിക്കണം. ഇതിനിടയിൽ ഒരുപക്ഷെ നമുക്ക് ഒരു ദുരിതം നിറഞ്ഞൊരു ഭൂതകാലമായിരിക്കാം നമ്മുടേത്.
ഇരുട്ട് നിറഞ്ഞൊരു ഭൂതകാലമായിരിക്കാം നമ്മൾ. പക്ഷെ ആ ഇരുട്ടിലെ അത് സാഹചര്യങ്ങളെന്ന് പറഞ്ഞ അത് അനുഗ്രഹമാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പോലും ഇന്നലത്തെ നിങ്ങളുടെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും, നിശ്ചയമായിട്ട് സാധിക്കും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം വിധിക്കുന്ന വിധി അത് നമ്മിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? നാം പറയുന്ന വാക്കുകളെ, നാം വിധിക്കുന്ന വിധിയെ ശ്രദ്ധിക്കുക. നാം വിധിക്കുന്ന വിധിയെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തില് ദൈവജനമാണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. യേശു ക്രൂശിൽ മരിച്ചു. യേശു ക്രൂശിൽ മരിച്ചത് ഏതോ ഒരു മതക്കാർക്ക് വേണ്ടിയിട്ടോ ഏതോ ഒരു പ്രത്യേക സഭക്കാർക്ക് വേണ്ടിയിട്ടില്ല. സകല മാനവജാതിയുടെയും പാപത്തെ ചുമന്നുകൊണ്ട് യേശു മരിച്ചത്. സകലരുടെയും, വിശ്വസിക്കുന്ന സകലർക്കും അവൻ പരിഹാരമായിട്ട്. അപ്പൊ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി തന്നെ മാറ്റി, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റി. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്ന ഒരു വ്യക്തി പോലും ഇന്ന് ജീവിതത്തിനകത്ത് സമ്മർദ്ദങ്ങളിൽ കൂടെ പോകാൻ ഒരു കാര്യമുണ്ട്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളും അവര് നമുക്കിടുന്ന മാർക്കിന്റെ ബേസിൽ. അവര് ഞാൻ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മളെ ശരിയാകത്തില്ല, നമ്മൾ വിധിച്ചിരിക്കും. മറ്റുള്ളവര് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിന്റെ രണ്ടാമത്തെ വാക്യം, ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പൊ അവിടെ പറയുന്നത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വിധിക്കുന്ന വിധി, പല സാഹചര്യങ്ങളിലും വിധി അത് നമ്മിലേക്ക് തന്നെ, ആ വിധിക്കുന്ന വിധി നമുക്കും തിരിച്ചു കിട്ടും. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുക എന്ന് പറയുമ്പോൾ അവരെ അനുഗ്രഹിക്കുക, അവരുടെ നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞേ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ വിധിക്കുക എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടെ പറയാൻ പറ്റും. നിങ്ങൾ ചിലരെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അവർക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നോ അത്രത്തോളം അവർ നിങ്ങളെ ഭരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ വ്യക്തി എന്റെ കൂടെ ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു, അവരെ എന്നെ വിട്ടേച്ചു പോയാൽ എല്ലാം തീർന്നു, അവരാണ് എന്റെ നട്ടല്, അവരാണ് എന്റെ വലങ്കൈ എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സ്നേഹം വലുതാണ്, മനുഷ്യരോടുള്ള ബന്ധങ്ങൾ വലുതാണ്, മനുഷ്യരെ പ്രശംസിക്കേണ്ടത് വലുതാണ്, മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ്, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ നിലനിർത്തുകയും പണിയുകയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ കാണും. പക്ഷെ ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനമായി മാറും. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും സമ്പത്തും വ്യക്തികളെല്ലാം ഒരുക്കി തന്നത് ദൈവമാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരെങ്കിലും എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർത്താവ്. അതെന്റെ മേൽ കിടക്കുന്ന വിളിയുടെ നിവർത്തിക്ക് വേണ്ടിയിട്ട് കർത്താവ് ആളുകളെ കൂടെ നിർത്തി. എന്റെ സമ്പത്ത് കർത്താവ് തന്നത്, എന്റെ ആരോഗ്യം കർത്താവ് തന്നത്, എന്റെ വീട് കർത്താവ് തന്നത്, എന്റെ വാഹനം കർത്താവ് തന്നത്, കർത്താവിന്റെ ആ വിളിയിലേക്ക് ഉപയോഗിക്കപ്പെടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം തന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ ആശ്രയിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിളിക്ക് വേണ്ടി ദൈവം തന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിങ്ങൾ നിലവിളിക്കരുത്. കാരണം എന്താണെന്നറിയോ, ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് തന്ന് നടത്തിയെങ്കിൽ നിങ്ങൾക്കിനി ആവശ്യമുള്ളതും തരാനായിട്ട് ഗോഡ് ക്യാൻ, കർത്താവിന് സാധ്യമാണ്, കർത്താവിന് ചെയ്യാൻ പറ്റും, നിശ്ചയമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, നിങ്ങളുടെ ചിന്താധാരകളിൽ ഈ ബോധ്യം നിങ്ങളെ വാഴും, ഈ അറിവ് നിങ്ങളെ വാഴും. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തെ ആമേൻ ചില സന്ദർഭങ്ങളോ ചില വസ്തുക്കൾക്കോ ചില വ്യക്തികൾക്കോ നിങ്ങൾ അടിമപ്പെടുത്തി കൊടുക്കരുത്. അത് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു, ഇനി എല്ലാം പോയി, എനിക്ക് ഇന്ന വിഷയം ഇതായി പോയി, ഇനി എല്ലാ കാര്യങ്ങളും പോയി, അവര് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു, ഇനി എല്ലാം നഷ്ടപ്പെട്ടു, അവരെന്നോട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ ജീവിതമൊക്കെ പോയി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും. നിങ്ങൾക്കൊരു ഉറപ്പ് വേണം, എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ഉറവിടം കർത്താവ്, എന്റെ ആരോഗ്യം യെസ് ആൽറെഡി അത് കർത്താവ് തന്ന ദാനമാണ്. കർത്താവ് എന്റെ ജന്മത്തിൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന അവകാശമാണ് എന്റെ ആരോഗ്യം. പക്ഷെ ഇപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ട്, പക്ഷെ അപ്പോഴും എനിക്കറിയാം ജീസസ് ഈസ് ദ ലോർഡ്,
ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്. യേശു ക്രിസ്തു എന്റെ കർത്താവ്. ബോധ്യം ഉണ്ടെങ്കിൽ ആ അനാരോഗ്യ സ്ഥിതിയിലും നിങ്ങൾ കർത്താവിനെ സ്തുതിക്കും. നിങ്ങളുടെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെക്കാൾ പല മടങ്ങ് ആരോഗ്യത്തോട് നിങ്ങളുടെ ആരോഗ്യം മടങ്ങി വരും. നിങ്ങൾ വിധിച്ചേ. അത് പോയതോടുകൂടെ എല്ലാം പോയി. ആ പണം പോയതോടുകൂടി, ആ ജോലി പോയതോടെ എല്ലാം പോയി. ആ ഒരു കാഴ്ചപ്പാടിനെ നിങ്ങൾ തള്ളി പുറത്തേക്ക് വന്നേ. അതിനെ മറികടന്ന് പുറത്തേക്ക് വന്നേ. നിങ്ങൾ വിധിച്ചേ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇല്ല, ആ സാഹചര്യങ്ങൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് എന്നിൽ നിവർത്തിക്കപ്പെട്ടിരിക്കും. എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങളൊന്ന് ജഡ്ജ് ചെയ്തേ. നമുക്കറിയാം, ദാവീദിന്റെ അടുക്കലേക്ക് ഗോലിയാത്ത് പാഞ്ഞു വരിക. ഗോലിയാത്ത് വരുമ്പോ ഗോലിയാത്ത് പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, നിന്നെ ഞാൻ ഇന്ന് കൊന്ന് ഇന്ന് കൊണ്ട് നിന്റെ കഥ കഴിക്കും. പക്ഷെ ദാവീദ് ഒരു ജഡ്ജ്, അവിടെ ഒരു വിധി പ്രഖ്യാപിച്ചു. ദാവീദ് പറഞ്ഞ കാര്യം എന്താ? അല്ലല്ല, ഇന്നലകൾ എന്നെ നടത്തിയ ദൈവമാണ്. ആ ദൈവം ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ബോൾഡായിട്ട് ദാവീദ് പറഞ്ഞു, നിന്നെ എന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തരും. അത് പ്രിയപ്പെട്ട ഒരു ദാവീദിന്റെ അകത്തുണ്ടായിരുന്ന കോൺഫിഡൻസ് ആണ്. ഗോലിയാത്തിനെ വിധിക്കുക. ഇപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, എന്തു വിധിച്ചോ അത് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ മനസ്സിലാക്കി ഈ വാക്യങ്ങൾ കേൾക്കും. അതിനെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അത് നിങ്ങളെ ജഡ്ജ് ചെയ്യുക. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അതുകൊണ്ട് ചിലപ്പോൾ ചിലരുടെ ജീവിത സാഹചര്യങ്ങളിൽ നല്ല ചില സുഹൃത്തുക്കൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണകളോടായിരിക്കാം നിങ്ങളെ വിട്ടു മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അവര് മാറിപ്പോയതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യവും അവസാനിച്ചു എന്ന് നിരാശപ്പെടാതെ അങ്ങനെ പറയാൻ വരട്ടെ. ആ സുഹൃത്തുക്കൾ പോയി, ആ ജോലി പോയി, ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എല്ലാം തീർന്നുപോയി. ആ ഒരു തലത്തിലേക്ക് നിങ്ങളെ തന്നെ താഴ്ത്തി ചിന്തിക്കാതെ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ, നിങ്ങളെക്കുറിച്ചൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. നിങ്ങളെ ഒന്ന് വിധിച്ച്, എനിക്കത് സാധ്യമാണ്, കാരണം എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവിന്റെ കൂടെ. എന്നെ കൊണ്ടത് സാധ്യമാണ്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ കൂടെ. ഞാൻ വീണ് കിടക്കുന്നതിനെ താങ്ങി നടത്താനായിട്ട് എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവിന്റെ കൂടെ. അതെ, ഹല്ലേലൂയ. ഇരുട്ടിനകത്ത് കിടന്ന് എന്നെ പ്രകാശമാക്കി മാറ്റാൻ വെളിച്ചമായ ഒരു കർത്താവിന്റെ കൂടെ. മടുത്തുപോയ എന്നെ ഉത്സാഹത്തോടെ നിർത്താനായിട്ട് ആമേൻ, ഹല്ലേലൂയ, വിശ്വസ്തനായ ഒരു കർത്താവിന്റെ കൂടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്തേ. നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് ജഡ്ജ് ചെയ്തേ. എന്താ? അവരെന്നോട് കാണിച്ച തെറ്റായ മനോഭാവത്തിന് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവര് ഇട്ടേച്ചു പോയി, അവര് കുറ്റം പറഞ്ഞു, അവരെന്നെ കുറിച്ച് അപവാദം പറഞ്ഞു. യെസ്, ആ അപവാദത്തിനോ ആ തെറ്റായ പ്രചരണങ്ങൾക്ക് ഒന്നിനും എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യമല്ല എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ. നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ നിരാശപ്പെടാതെ, നിങ്ങളെ തന്നെ അങ്ങ് താഴ്ത്തിക്കളയാതെ, നിങ്ങളെ തന്നെ ഡൗൺ ആക്കാതെ നിങ്ങളുടെ അകത്തൊരു ബോൾഡ്നെസ് ഉണ്ടാകട്ടെ, നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടാകട്ടെ. എന്നെ ശക്തനാക്കുന്ന കർത്താവ്, എന്നെ ബലപ്പെടുത്തുന്ന കർത്താവ്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന അസാധാരണ ബോധ്യം നിങ്ങളെ വാഴട്ടെ. അസാധാരണ ബോധ്യം നിങ്ങളെ വാഴട്ടെ. ഹല്ലേലൂയ. അസാധാരണ ബോധ്യം നിങ്ങളെ വാഴട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ വാക്കുകൊണ്ട് നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകൊണ്ട് നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതാ വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൊണ്ട് ഒന്ന് ജഡ്ജ് ചെയ്തേ, വിധിച്ചേ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിലായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ സാഹചര്യങ്ങൾക്കും ഈ വിഷയങ്ങൾക്കും എന്റെ ചുറ്റുപാടുകൾക്കും ആമേൻ, എന്റെ റിപ്പോർട്ടിനോ ഒന്നിനും എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതിയെ തടയാൻ നിർത്താൻ സാധ്യമല്ല. പ്രൈസ് ഗാഡ്.
നിങ്ങളിലെ കർത്താവിനൊന്ന് കണ്ടെത്തിക്കേ. നിങ്ങളിൽ വസിക്കുന്ന ദൈവശക്തി ഒന്ന് കണ്ടെത്തിക്കേ. അതേ പ്രിയപ്പെട്ടവരെ, അവനോട് അനുരൂപമാകാൻ വിളിക്കപ്പെട്ടവരെ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ ജഡ്ജ് ചെയ്ത്, നിങ്ങളെ തന്നെ വിധിച്ച്, നെഗറ്റീവായിട്ട് വിധിച്ച് നിങ്ങളെ തള്ളിക്കളയാതെ പോസിറ്റീവായിട്ട് വിധിച്ചേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവന്, ഞാൻ നീതീകരിക്കപ്പെട്ടവന്, ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും, ഞാൻ നോക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഗ്രഹമായി തീരുമെന്ന അസാധാരണ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ആ ബോധ്യം നിങ്ങളെ വാഴട്ടെ. യെസ്, ആ ബോധ്യത്തോടെ നിങ്ങൾ നിൽക്കും. നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതം ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? ചുറ്റുപാടുകളിൽ ആളുകൾ നിങ്ങളെ പറയുന്ന, മറ്റുള്ളവർ നിങ്ങളെ പറയുന്ന വാക്കുകളിൽ അല്ലിരിക്കുന്നത്. നിങ്ങളുടെ അകത്തുനിന്ന് പുറപ്പെടുന്ന വാക്ക്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ കളഞ്ഞു കിട്ടും. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജഡ്ജ് യുവർസെൽഫ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ മേശയിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അതെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ മറ്റൊരാൾ നിങ്ങളെ വിധിക്കാൻ അവസരം വരത്തില്ല. ഇല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളെ വിധിക്കാതിരുന്നാൽ മറ്റുള്ളവർ നിങ്ങളെ വിധിക്കും. നിങ്ങൾ ആ വിധിയിൽ അടിമപ്പെട്ടു പോകും. ഇന്ന് ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ബോധ്യം ഉണ്ടാകട്ടെ, കർത്താവിന് എന്നെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്, അത് മാത്രമേ എന്നിൽ നിറവേറുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ജീവിതത്തിലെ കർത്താവ് പല മേഖലകളിൽ അവരെ തന്നെ നെഗറ്റീവായിട്ട് വിധിച്ച് അവരെ തളർന്നു. ഞാൻ എന്റെ ജീവിതം അവസാനിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു എന്ന് അവരെ തന്നെ ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും അവർ തെറ്റായൊരു നിർണയത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ അകത്തു നിന്നും ആ തെറ്റായ നിർണയങ്ങൾ മാറിയിട്ട് കർത്താവിലുള്ളൊരു അസാധാരണ ബോധ്യം അവരുടെ ഹൃദയത്തെ തൊടട്ടെ. കർത്താവിന്റെ ഒരു ധൈര്യം അവരുടെ ഹൃദയത്തെ തൊടട്ടെ. അവരുടെ ഹൃദയം ആശ്വാസം കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ. ദൈവിക ജീവൻ അവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കർത്താവ് അവരൊരു അനുഗ്രഹമാക്കി തീർക്കാൻ പോകുന്നതിനായിട്ട് നന്ദിയപ്പ. ആയിരങ്ങൾക്ക് അവരൊരു അനുഗ്രഹമായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് ഏതെങ്കിലും കുരുക്കിൽപ്പെട്ട്, കർത്താവ് ആമേൻ, സാമ്പത്തികമായ വിഷയമോ വ്യക്തിപരമായുള്ള വിഷയങ്ങളോ, കർത്താവ് ആരോഗ്യപരമായ ചലഞ്ചുകളുടെ നടുവിൽ അവരെ തന്നെ വിധിച്ച് ഇനി എനിക്കൊരു ജീവിതമില്ല, ഇനി എന്റെ മുമ്പിൽ ഒരു ഭാവിയില്ല എന്ന് നിരാശയോടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് അങ്ങ് ആമേൻ പുനരുത്ഥാനം ചെയ്ത കർത്താവ്, ആമേൻ ഹല്ലേലൂയ, ആ കർത്താവ് മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പോർജലി വിളിക്കുന്നവനും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനും ആ കർത്താവ് അവരുടെ ഡെഡ് എൻഡുകളെ മുഴുവൻ ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ അവരുടെ അത്ഭുതം കാണട്ടെ. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി മറിയുന്ന സാക്ഷ്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആമേൻ ദേശങ്ങൾ അറിയാൻ പോകുന്നതിനായിട്ട് നന്ദി കർത്താവ്. അതിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. നിങ്ങളോട് തന്നെ ഒന്ന് പറയാമോ, ഞാൻ ഒരു അനുഗ്രഹമാണ്. ആമേൻ. ഗാഡ് ബ്ലസ് യു.